പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈസി ബീഫ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 2 സവാള, ഒരു വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 6-7 പച്ചമുളക്, ഒരു ടൊമാറ്റോ. ഇനി നമുക്ക് ഇതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഏകദേശം 3/4 കിലോയോളം ബീഫ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ 2 സവാള ഇതിലേക്കായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 2 സവാള അരിഞ്ഞതും അതിൻ്റെ ഒപ്പം ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കൂടി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എല്ലായ്പ്പോഴത്തെ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ബീഫിലേക്ക് ഡയറക്റ്റ് പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമുക്ക് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, ഒരു 1/2 സ്പൂൺ ജീരകം, പെരുംജീരകമാണ് ചേർക്കേണ്ടത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചേർക്കാനുള്ളത് വെളിച്ചെണ്ണയാണ്. 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുക. ഇനി ഇതിന് ശേഷം നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയുടെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഇനി ചേർത്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കൂട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ആവശ്യാനുസരണം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവൊന്നും ഒത്തിരി കൂടാൻ പാടില്ല. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കറിക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്ന കറിവേപ്പില, അത് ഒരു പിടി ചേർത്ത് കൊടുക്കുക. സാധാരണ ബീഫ് കറി തയ്യാറാക്കുമ്പോൾ വെളുത്തുള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം വഴറ്റിയാണ് ചേർക്കാറ്. ഇത് സവാള ഇതെല്ലാം ഡയറക്റ്റാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. തക്കോലം, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ബേ ലീഫ് എന്നിവ കൂടി ചേർത്ത് നല്ലോണം ഇളക്കി ഒരു 6 വിസിൽ വരുന്നത് വരെ കുക്കറിൽ വേവിക്കുക. ബീഫ് എല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് ഒരു ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കേണ്ടതുണ്ട്. പൊടികൾ ചേർക്കുമ്പോൾ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എപ്പോഴും ചേർക്കുന്നത് കറിക്ക് ഫ്ലേവർ കൂടാൻ വളരെ നല്ലതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴും തീ വളരെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. തീ കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അല്പം ഓഫ് ചെയ്തിട്ടതിന് ശേഷം മാത്രം ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ബീഫ് കറിയുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ കറിയുടെ മിക്സ് ഒന്ന് ബീഫ് കറിയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ ബീഫ് കറി റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നെയ്ച്ചോറിനൊപ്പവും അപ്പം, പൊറോട്ട, പത്തിരി, ചപ്പാത്തി എന്നിവയോടൊപ്പം ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലുള്ള വ്യത്യസ്തമായ വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.